വിഷയമം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഹലോ എവ്രിവൺ, ഗുഡ് മോർണിംഗ്. സോ നമ്മളെല്ലാവരും നമ്മളുടെ ഒരു ഡേയിന്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമിലാണ് ഉള്ളത്. എന്നെ ഫസ്റ്റ് ടൈം അങ്ങനെ ഒരു 5 o'clock അല്ലെങ്കിൽ അതിന് ശേഷമൊക്കെ ആയിട്ട് ഒരു വെബിനാർ കണ്ടിട്ടില്ല. സോ എനിക്ക് അതിന്റെ ഒരു ചെറിയൊരു പേടിയുണ്ട്. ബട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബ്രേക്ക് ഔർ ലിമിറ്റ്സ് എന്നുള്ളതാണ്. ബിക്കോസ് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് നമ്മളുടെ ക്യാപ്പബിലിറ്റീസ് ആസ് എ പേഴ്സൺ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കറന്റ് എന്താണോ അതിൽ നിന്നും ലൈക്ക് നമുക്ക് നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിലൂടെയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതാണെന്ന് വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഗോൾസ് ഉണ്ടാവും. ബിക്കോസ് നമ്മളുടെ തോട്ട് പ്രോസസ്സും കാര്യങ്ങളും കാരണത്താൽ അത് ചെയ്താൽ ശരിയാകുമോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്ന കൈൻഡ് ഓഫ് തോട്ട്സ് നമ്മുടെ മൈൻഡിലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റക്കായി നിൽക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, ഓക്കെ ഇപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം ചെയ്യണ്ട എന്നുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് നമ്മളുടെ മൈൻഡിൽ ഉണ്ടാവും. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ അങ്ങനത്തെ നമ്മുടെ ലിമിറ്റ്സ് എങ്ങനെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ്. കുറച്ച് തിയറിറ്റിക്കൽ ഏരിയാസ് ഉണ്ടെങ്കിലും അതൊന്നും ഇവിടെ സംസാരിക്കണില്ല. നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലൂടെ നമുക്ക് കടന്നു പോവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് ഞാൻ പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, നമ്മൾ ഓരോരുത്തർ മനുഷ്യന്മാരാണ്. നിങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കാം, നിങ്ങളുടെ ലൈഫില് എപ്പോഴാണ് അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് ഇതെന്നെ കൊണ്ട് പറ്റൂല എന്ന് വിചാരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത്. ഇതൊരു ഇന്ററാക്ഷൻ സെഷൻ ആട്ടോ. സോ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്തൊക്കെ ആരെങ്കിലും മൈക്ക് ഓൺ ആക്കിയിട്ട് സംസാരിക്കുകയാണെങ്കിൽ വളരെയധികം നന്നായിരിക്കും. സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ലൈക്ക് നിയർ ബൈ ആയിട്ട് ഇപ്പോ പുതിയ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും അച്ചീവ്മെന്റ്സോ നമുക്ക് നേടാൻ വേണ്ടിയിട്ട് അയ്യോ അത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച ആരെങ്കിലും ഉണ്ടോ? ആരില്ലേ? ഓക്കെ, ഫൈൻ. ഉണ്ടാവും, നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അങ്ങനെ വിചാരിക്കാനുള്ള നമ്മളുടെ മെയിൻ ബേസിക് ആയിട്ടുള്ള എന്താ നമ്മളുടെ പ്രോബ്ലം എന്താന്ന് വെച്ചാല്, ബാക്കിയുള്ളവർ എന്താ വിചാരിക്കുക, അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിലൊക്കെ ഇത് ചെയ്താൽ ശരിയാകുമോ എന്നൊക്കെയുള്ള കൈൻഡ് ഓഫ് തോട്ട്സ് ആണ്. നമ്മൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അതിന്റെ ഫസ്റ്റ് ആയിട്ട് വരുന്നത് തോട്ട് പ്രോസസ് ആണ് നമ്മളുടെ ബ്രെയിനിലേക്ക് വരുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മൾ ഫസ്റ്റ് നമുക്കിത് ചെയ്യാൻ പറ്റും, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് ഇപ്പോൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുന്നത് എന്താ, ഓക്കെ ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല, ഈ ഒരു പ്രായത്തിൽ ഞാൻ എങ്ങനെയാണ് ഈ ഒരു കാര്യം ചെയ്യാന്നുള്ളതാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു കാട്ടിലൊരു ഒരു എലിഫന്റ് ഉണ്ടായിരുന്നു. അതായത് ഈ കാടുകളിലൊക്കെ ഉള്ള ഒരു സംഭവമാണ്, കാട്ടിലെ ആനകളെ നാട്ടാനകളാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചു കാലം ബലം പ്രയോഗിച്ചിട്ട് കെട്ടിയിടും. ചങ്ങല വെച്ചിട്ടോ കയറ് വെച്ചിട്ടോ ഒക്കെ കെട്ടിയിട്ടിട്ട് അതിനെ മെരുക്കും, അങ്ങനെ പറയും, മെരിക്കാന്ന് പറയാം. സോ അങ്ങനെ ഈ ഒരു ആനയ്ക്ക് അത് കുഞ്ഞായിരിക്കുന്ന സമയത്ത്, ചെറിയ ആനയായിരിക്കുന്ന സമയത്ത് ഇതിനെ മെരിക്കാൻ വേണ്ടിയിട്ട് ഒരു റോപ്പ് ഇട്ട് വെച്ചിരുന്നു. ആൻഡ് ആ സമയത്ത് ഈ ആനക്കുട്ടി ഒരുപാട് തവണ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, ആ ഒരു ചങ്ങല ബ്രേക്ക് ചെയ്യാന്നുള്ളത്. ബട്ട് അത് നോട്ട് പോസിബിൾ ആയിരുന്നു. ബിക്കോസ് ആൺകുട്ടി അത്രയും ചെറുതായിരുന്നു. ബട്ട് കുറച്ചു കൊല്ലങ്ങൾക്ക് ശേഷമാണെങ്കിൽ ഇത് നല്ല വലുതായി, നല്ല വലിയൊരു ആനായ സമയത്ത് തന്നെ ശരിക്കും നമുക്കറിയാം ഈ ഒരു ആനനെ കൊണ്ടൊക്കെ ഒരു ചങ്ങല പൊട്ടിക്കാൻ ഭയങ്കര സിമ്പിൾ ആണ്, അല്ലെങ്കിൽ ഒരു കയറ് പൊട്ടിക്കാൻ ഭയങ്കര സിമ്പിൾ ആണ്. ബട്ട് ഈ വലുതായ ആന തന്റെ പഴയ എക്സ്പീരിയൻസ് നോക്കുന്ന സമയത്ത്, ജസ്റ്റ് തിങ്ക് അബൌട്ട് ചെയ്യുന്ന സമയത്ത്, അവർ ആ ഒരു സമയത്ത് പ്രാക്ടീസ് ചെയ്ത് ലൈക്ക് ഒരുപാട് വട്ടം ചെയ്ത് നോക്കിയിട്ട് ഫെയിൽ ആയ ഒരു സംഭവമായിരുന്നു ഈ കയറ് പൊട്ടിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഫിയർ ഉണ്ടായത് കൊണ്ട് ആ ആന സ്റ്റിൽ എന്താ പറയാ, എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു പൊസിഷനിൽ തന്നെ നിൽക്കുന്നു. ഈ കയറ് പൊട്ടിക്കാനും കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല, ആ ഈ ഒരു എലിഫന്റ് അല്ലെങ്കിൽ ഇതിനിപ്പോ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് കൺവേർട്ട് ചെയ്ത് വരികയാണെങ്കിൽ, ആസ് എ പേഴ്സൺ ആയിട്ട് വരികയാണെങ്കിൽ, നമ്മൾ തോട്ട് പ്രോസസ്സ്, നമ്മൾ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നമുക്ക് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് എന്നെ കൊണ്ട് ഇപ്പൊ കറന്റ് പറ്റൂല എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, അതഞ്ഞ് പറയാനാണെങ്കിൽ നമ്മളുടെ മൈൻഡ് സെറ്റ്, നമ്മളെപ്പോഴും പറയും നമ്മളുടെ നിന്റെ മൈൻഡ് സെറ്റ് ശരിയല്ല, അല്ലെങ്കിൽ നിന്റെ മൈൻഡ് സെറ്റ് ഒക്കെ അല്ല എന്നൊക്കെ പറയും. സോ ഇങ്ങനെ നമ്മളുടെ ഒരു
നമ്മളിലോ എവിടെയോ ഉള്ള ഒരു ബാരിയർ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് 3 ടിപ്സ് ആണുള്ളത്. ഫസ്റ്റത്തെ ടിപ്സ് എന്താന്ന് വെച്ചാൽ, ഒന്നുമില്ല, നമ്മളെ ചിന്താഗതിയിലാണ് നമ്മളുടെ ലിമിറ്റ്സ് ഉള്ളത്. അല്ലാതെ നമ്മളുടെ അയ്യോ എനിക്ക് ഇത്ര ഏജ് ആയിക്കണ്, അല്ലെങ്കിൽ ഞാനിപ്പോ കറന്റ് വർക്ക് ചെയ്യണത് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടല്ലോ എന്ന്, നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന്, നമ്മളുടെ ടാലന്റ് എന്താണെന്നോ ഉള്ളതിലല്ല, നമ്മൾ എന്താ ചിന്തിക്കുന്നത് എന്നുള്ളതിലാണ് മെയിൻ കാര്യം കിടക്കുന്നത്. ബിക്കോസ് നമ്മൾ എന്ത് ചിന്തിക്കുന്നോ ആ ചിന്തിക്കുന്നതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. സോ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള സൈഡിൽ കൂടിയാണ് ചിന്തിക്കുന്നത് എങ്കിൽ നമുക്കും ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്തിട്ട് നമുക്ക് മുന്നേറാൻ പറ്റും. അതല്ല, നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട് പ്രോസസ് ആണ് നമ്മളുടെ ബ്രെയിനിൽ നടക്കുന്നതെങ്കിൽ, നമ്മൾ എന്ത് കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം എത്ര നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഒരിക്കലും അത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മളുടെ മൈൻഡിൽ ഓൾറെഡി ഒരു തിങ്കിങ് പ്രോസസ്, അല്ലെങ്കിൽ തോട്ട് പ്രോസസ്സിലൂടെ നമുക്ക് ഒരു ആൻസർ കിട്ടിയിട്ടുണ്ട്, നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റൂല എന്നുള്ളത്. സോ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്, നമ്മളുടെ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, പല ആൾക്കാരും ഫോർ എക്സാമ്പിൾ ആയിട്ട് മണിയമ്മ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഉണ്ട്, ഒരു വുമൻ. ആള് അത്യാവശ്യം ഏജ്ഡാണ്, പക്ഷെ 12-13 ഡ്രൈവിംഗ് ലൈസൻസുകൾ അവരുടെ അടുത്തുണ്ട്. പൊതുവെ നമ്മൾ പറയുന്ന കാര്യമാണ്, സ്ത്രീകളാണെങ്കിൽ ഡ്രൈവിംഗ് ഒക്കെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന്. അങ്ങനത്തെ ഒരു ഏരിയയിൽ അത്രത്തോളം ഇപ്പോൾ പ്രായമുള്ള ആളാണ്. സോ നമുക്ക് വിചാരിക്കാം അവര് അത്രയും ഒരുപാട് കാലമായിട്ട് ഈ ഒരു ഏരിയ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് ഡ്രൈവിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങിയ ഒരാളാണ്. സോ ഇത്ര ഏജ് ആയിട്ടും ഒരു ലിമിറ്റേഷൻസ് വെക്കാതെ ഡേ ബൈ ഡേ ആയിട്ട് പുതിയ ലൈസൻസ് അവരുടെ എക്സ്പീരിയൻസിനെ ഷെയർ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. ബാക്കിയുള്ളവർ എന്ത് പറയുന്ന വിചാരിക്കാതെയാണ് ഈ ഒരു ഏരിയയിലേക്ക് ഇറങ്ങിയത് എന്നൊക്കെ പറയും. അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ ഒരുപാട് എക്സാമ്പിളുകളുണ്ട്. രണ്ടാമത്തേത് എന്താന്ന് വെച്ചാൽ, ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ് എപ്പോഴും പെട്ടെന്ന് റിസൾട്ട്സ് ഉണ്ടാക്കും. ലൈക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ, പ്രോഗ്രസീവ് ആയിട്ട് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും അയ്യോ നമുക്ക് പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടണം. പോസിറ്റീവ് റിസൾട്ട് ആണെങ്കിൽ, നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആണെങ്കിൽ, നമ്മൾ ബുക്കൊക്കെ എടുത്ത് പഠിക്കാതിരിക്കുന്ന സമയത്ത് തന്നെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചു തീരണം എന്നുള്ള രീതിയിലാണ്. അതായത് നമ്മളത് എന്ത് കാര്യത്തിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട്സ് വേണം എന്നുള്ളൊരു ചിന്താഗതിയാണ് നമ്മുടെ ബ്രെയിനിലുള്ളത്. പക്ഷേ നമ്മൾ പറയും കൺസിസ്റ്റൻസി എന്ന് പറയുന്നൊരു കാര്യം എത്രത്തോളം ചെറുതായിട്ടാണെങ്കിലും ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതിനേക്കാളും ബെറ്ററാണ് ചെയ്യുന്നത്. ഈ ചെയ്യുന്നത് ചെറുതാണെങ്കിലും അത് ഡേ ബൈ ഡേ ആവുമ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. അത് ആരും പറയുന്നില്ല. സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരു പേഴ്സന്റെ ലൈഫ് സ്റ്റോറി എടുത്ത് നോക്കുകയാണെങ്കിലും അവർ പറയുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് നോക്കുകയാണെങ്കിലും കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അത് എത്ര ചെറുതായിട്ടാണ് ഒരു ടാസ്കിനെ പോർഷൻ, അതായത് നമുക്ക് എത്താനുള്ള ഒരു ഗോളിനെ അവര് പാർട്ടാക്കി എടുക്കുകയാണെങ്കിലും ഓരോ ഡേ ബൈ ഡേ ആയിട്ട് ചെറിയ ചെറിയ സ്റ്റെപ്സ് വെച്ചിട്ട് അവരെ അത് അച്ചീവ് ചെയ്തുകൊണ്ടാണ് ആ ഒരു വലിയ നിലയിലേക്ക് എത്തുന്നത്. മൂന്നാമത്തേത് എന്താന്ന് വെച്ചാല്, നമ്മൾ എപ്പോ നമ്മളുടെ കംഫർട്ട് സോണിൽ നിന്നും ഇറങ്ങുന്നോ അന്ന് നമ്മൾ സക്സസ് ആവുള്ളൂ. അത് നമ്മൾ മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്റെ സ്റ്റോറിയിലൂടെയും അല്ലെങ്കിൽ അവരുടെ ഓരോ ടോക്സിലൂടെയും നമ്മൾ കേൾക്കുന്നതാണ്. നമ്മൾ കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ എന്താ, എല്ലാം നമ്മളുടെ അടുത്തുണ്ട് എന്നുള്ളൊരു കംഫർട്ടാണ്. നമ്മൾ കംഫർട്ട് എന്ന് പറഞ്ഞ വാക്കിനെ യൂസ് ചെയ്യുന്നത് എന്താ, അത്രയും നമ്മൾ അവിടെ കംഫർട്ടാണ്. ഒരു പ്രോബ്ലംസും ഇല്ല, നമുക്ക് വേണ്ടതെല്ലാം നമ്മളുടെ ഫുഡ് ആണെങ്കിലും സ്റ്റേ ആണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സ് എന്താണെങ്കിലും നമ്മളുടെ നിയർ ബൈ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ വാല്യൂസ് അറിയില്ല. ബട്ട് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ആസ് എ പേഴ്സൺ നമ്മളെപ്പോഴും ഭയങ്കര പീസ്ഫുൾ ആയിരിക്കാൻ നല്ലതാണെങ്കിലും, അത് കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഗ്രോത്ത്, പേഴ്സണൽ ഗ്രോത്തിനെ വെച്ച് നോക്കുന്ന സമയത്ത് അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷെ അത് നമ്മൾ ബ്രേക്ക് ഓൺ ചെയ്ത് നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്നും ഒരു ഡിസ്കംഫർട്ടിലേക്ക് എത്തുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ നമ്മൾ റൂമോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് നമ്മൾ പുറത്തോട്ട് പോയിട്ട് സ്റ്റേ ആക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ചിലപ്പം നല്ലൊരു ജോബിനാകാം, ചിലപ്പം ഈ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ കാണാം. നമ്മൾ വീട് വിട്ടിറങ്ങിയിട്ട് ഒരുപാട് കാലം മാറി നിൽക്കും. ആ സമയത്ത് അവർക്ക് ഡിസ്കംഫർട്ട് ആക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ എൻ്റെ കൈകൾ ക്യാഷ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ഈ സിനിമ ഫീൽഡിൽ കയറാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊക്കെ ഒരു തോട്ട് പ്രോസസ്സും കാര്യങ്ങളും ഇങ്ങനെ ഉറക്കം കെടുത്തുന്ന കൈൻഡ് ഓഫ് തോട്ട് പ്രോസസ്സ് വരുന്ന സമയത്താണ് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നത്. അവർക്ക് എന്നല്ല, ഒരു മനുഷ്യരാണെങ്കിൽ നമ്മൾ എത്രത്തോളം ഡിസ്കംഫർട്ട് ആണ്, അതായത് ഭൂമിയുടെയും
ആകാശത്തിന്റെയും ഇടയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് റിക്കവറി ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്താലും നമ്മൾ സക്സസ് ആവാന്നുള്ള തോട്ട് പ്രോസസ്സ് പോലും നമ്മളുടെ മൈൻഡിൽ കയറുള്ളൂ. ഞാനൊരു നമ്മളുടെ ഏജ് ഒരു ഇതാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ള നമ്മളുടെ 3 പോയിന്റ്സ്. അതായത് ഒന്നാമത്തെ വെച്ചാൽ നമ്മുടെ മൈൻഡിലാണ് നമ്മളുടെ ലിമിറ്റേഷൻസ് ഉള്ളത്. സോ നമ്മൾ എന്ന് നമ്മളുടെ തോട്ട് പ്രോസസ്സ് മാറ്റുന്നോ അന്നേ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഇതാക്കാനും നമ്മളുടെ ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ പവർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തോട്ട് പ്രോസസ്സ് നമ്മൾ മാറ്റണം. നമ്മളുടെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിലാണ്. രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിലും ബെറ്ററായാണ് ചെറിയ 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 സ്റ്റെപ്പുകൾ ചെയ്യുക. അത് എക്സ്പീരിയൻസിലൂടെ ഞാൻ പറയണേ, എനിക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നുമില്ല, ബട്ട് ഞാൻ പറയാണ് അങ്ങനെ ഡേ ബൈ ഡേ ഓരോ സ്റ്റെപ്പ് ചെയ്താലേ നമ്മൾ സക്സസിലേക്ക് എത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു റിസൾട്ട് കിട്ടുള്ളൂ. ആ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങളും പരിശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ഫെയിലിയർ ആവും, സ്വാഭാവികമാണ്. നമ്മൾ ഇങ്ങനെ ട്രൈ അഗെയിൻ ഫെയിൽ അഗെയിൻ ദ വേൾഡ് ഈസ് യുവേഴ്സ് എന്ന് പറഞ്ഞൊരു മോട്ടിവേഷന്റെ വേർഡ്സ് നമ്മൾ കേട്ടതാണ്. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിലും നല്ലതാണ് ഡേ ബൈ ഡേ ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത്. ആൻഡ് മൂന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ എന്നാണോ നമ്മൾ ഡിസ്കംഫർട്ട് സോണിലേക്ക് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ കംഫർട്ട് സോണിൽ നിന്നും എന്ന് നമ്മൾ മൂവ് ഓൺ ആകുന്നോ അന്ന് മുതലേ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അത് മെയിൻലി നമ്മളുടെ മൈൻഡ് സെറ്റ് ആണെങ്കിലും നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഞാനൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഞാൻ കോഴിക്കോട് കോർപ്പറേറ്റ് ഓഫീസിൽ വർക്ക് ചെയ്ത സമയത്ത് ഗവൺമെന്റ് സൈബർ പാർക്കിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ആ സമയത്ത് എന്റെ TL ആയിട്ടുണ്ടായിരുന്നത് ഒരു ഏച്ചിന്റെ ആയിരുന്നു. ചേച്ചിക്ക് ഒരു 35-37 ആ ഒരു ഏജ് ആണ്, അതായത് 20s കഴിഞ്ഞാൽ 30s പോകുന്നത്. ഏച്ചി എന്ന് പറഞ്ഞത് ലേറ്റ് ആയിട്ട് കല്യാണം കഴിച്ച ഒരാളാണ്, ഒരു മകളുണ്ട്. ബട്ട് വീട്ടിൽ നിന്ന് ഒരു കൈൻഡ് ഓഫ് സിംഗിൾ പാരന്റിങ് പോലെയാണ്. ഏച്ചിയുടെ ഹസ്ബൻഡ് അത്രത്തോളം പോസിറ്റീവ് സൈഡ്, അല്ലെങ്കിൽ എന്താ പറയാ, അത്രത്തോളം ഓക്കെ അല്ല ഏച്ചിലേക്ക്. അങ്ങനെ നമ്മളുടെ അറിയാലോ ഈ ഒരു കോർപ്പറേറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ 9 to 5 ജോബാണ്, ചിലപ്പോൾ 5+ ഉണ്ടാവും. ആൻഡ് മൺഡേ ടു സാറ്റർഡേ വരെസ് ജോബ് ഉണ്ട്. സോ ഏച്ചിന്റെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ 9 to 5 ഏച്ചി ഭയങ്കര വർക്ക് ഹോളിക്കാണ്. സോ ഡേ ടൈമിന് ശേഷം നൈറ്റിൽ നമുക്കും സെഷൻ വർക്ക് എടുക്കണമെങ്കിലും ഏച്ചി ഓക്കെയാണ്. അത്രയും വർക്ക് ഹോളിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ബട്ട് ഈ മൺഡേ ടു സാറ്റർഡേ വരേക്കുള്ള ഈ വർക്കും ചേച്ചിന്റെ വീട്ടിലെ കാര്യങ്ങളും മകളുടെ കാര്യങ്ങൾ, മകൾ എന്ന് പറയുമ്പോൾ ഒരു പ്രീമെച്യൂർ ബേബി ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഡേ ബൈ ഡേ ഉണ്ടായിരുന്നു. അപ്പൊ സ്കൂളിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് അവിടെ പോകാനും കുട്ടീനെ പിക്ക് ചെയ്യാനൊക്കെ ചേച്ചി മാത്രമേ ഉള്ളൂ. ഇത്രയും ഭയങ്കരമായിട്ട് പ്രോബ്ലംസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് പ്രോബ്ലംസ് ആയി മാറാറ് തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രോബ്ലംസ് എന്ന് പറഞ്ഞത്. സോ ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ള സമയത്തും ചേച്ചി സൺഡേസിൽ വയലിൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തു. ഞാനിങ്ങനെ യൂഷ്വലായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇപ്പൊ എന്തിനാണ് വയലിൻ ക്ലാസ്സിനും കൂടി ജോയിൻ ചെയ്തത്? നമ്മളൊക്കെ എങ്ങനെയെങ്കിലും ഒരു ഫ്രീ ടൈം കിട്ടാൻ കത്തുക്കണം എന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ചേച്ചി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, എടാ എനിക്കിപ്പോഴും 37 വയസ്സായി, ഓക്കെ, എനിക്ക് പണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം, അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടാണെങ്കിലും എന്റെ വീട്ടിലെ സിറ്റുവേഷൻസ് കൊണ്ടാണെങ്കിലും എനിക്ക് പഠിക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു വയലിൻ പഠിക്കുക എന്നുള്ളത്. ചേച്ചിക്ക് അത്രയും ഡ്രീമബിൾ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ബട്ട് അന്നത്തെ ലിമിറ്റേഷൻസ് കാരണം, അല്ലെങ്കിൽ അന്നത്തെ സിറ്റുവേഷൻസ് കാരണം ചേച്ചിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഇപ്പോൾ അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. സോ ദാറ്റ്സ് വൈ ചേച്ചി സൺഡേസിൽ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വയലിൻ പഠിക്കാൻ പോകുന്നു. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു കസിൻ തന്നെയുണ്ട്. ആള് ഭയങ്കര നീറ്റ് അറിയാലോ, MBBSന്റെ എൻട്രൻസ് എക്സാം 5-6 തവണ നീറ്റ് അതായത് റിപ്പീറ്റുകൾ എഴുതിയിട്ടാണ് ഇപ്പൊ കറന്റ് സീറ്റ് ക്രാക്ക് ചെയ്തത്. സോ ഇതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഞാൻ പറയണില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ എന്റെ കസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തന്നെ നമ്മൾ പറയുന്നു, നീ എന്തിനാ വേറെ എന്തെങ്കിലും കോഴ്സിന് പോയിക്കൂടെ, എഞ്ചിനീയറിംഗിന് പോയിക്കൂടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിക്കൽ ഫീൽഡിലേക്ക് പോയിക്കൂടെ എന്ന് പറയുന്ന സമയത്തും ഷീ ഹാവ് എ കോൺഫിഡൻസ് ഇൻ ദാറ്റ് ഏരിയ, ലൈക്ക് അവളെ കൊണ്ട് പറ്റുന്നുള്ളത്. പക്ഷെ ചില സിറ്റുവേഷൻസ് കാരണത്താൽ മാർക്കും കാര്യങ്ങളൊക്കെ അവൾ ക്രാക്ക് ചെയ്യുന്ന സമയത്ത് ചിലതൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ടൈം ആണെങ്കിലും സെക്കൻഡ് ടൈം ആണെങ്കിലും ഒന്നും അവൾ പ്രതീക്ഷിച്ച അത്ര മാർക്ക് കിട്ടില്ല. ബട്ട് 6ാമത്തെ തവണ റിപ്പീറ്റ് എഴുതിയ സമയത്താണ് ഈ 2025 ആള് സീറ്റിനുള്ള, അതായത്
എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്തത്. സോ ഞാൻ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ അവിടെ അവൾക്കും ചിന്തിക്കാമായിരുന്നു. എന്റെ പ്രായം കൂടണം, 5 കൊല്ലം എന്ന് പറയുമ്പോൾ 5 വയസ്സാണ് കൂടുതൽ. സോ നമ്മളിപ്പോ ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആയി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉള്ളവർക്ക് ഭയങ്കര യങ് ആയിരുന്നു, അവൾ സ്റ്റിൽ കുറച്ച് ഏജ്ഡുള്ള ആളാണെന്നൊക്കെ ചിന്തിച്ച് കൂട്ടി അവളുടെ തോട്ട് പ്രോസസ്സും കാര്യങ്ങളും അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഇപ്പൊ ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. പറഞ്ഞു തരുന്നത് എന്താ വെച്ചാല് നമുക്ക് ലിമിറ്റേഷൻസ് നമ്മൾ തന്നെ നമ്മളുടെ പേഴ്സണാലിറ്റിനോട്, നമ്മളുടെ മൈൻഡിനോട്, നമ്മളുടെ മനസ്സിനോട് നമ്മൾ തന്നെ പറയുന്നതാണ് നിനക്കൊരു ഇത് പറ്റൂല എന്നുള്ളത്. നമ്മൾ പുതിയൊരു ആക്ടിവിറ്റി ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ എന്താണെങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരുപാട് ഗോൾസ് ഉണ്ടാവും നമ്മളുടെ ലൈഫിൽ. ഇതെല്ലാം നമ്മൾ ചെയ്യാതിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ അയ്യോ എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല, ഇനിയിപ്പോ ഈ പ്രായത്തിലൊക്കെ ഞാൻ ഇത് ചെയ്യണോ. ഇപ്പൊ ഞാൻ വയലിന്റെ കേസ് പറഞ്ഞ പോലെ ഇപ്പൊ ഏച്ചി വിചാരിക്കുകയാണ് അയ്യോ ഈ ഇത്ര വയസ്സായിട്ടുണ്ട്, എനിക്ക് മെമ്മറി പവർ ഒക്കെ ഭയങ്കര ലോസ് ആവുന്ന ടൈമാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്താ വിചാരിക്കുക, ഈ നാട്ടുകാർ എന്താ വിചാരിക്കാന്ന് വിചാരിച്ചിട്ട് ഏച്ചി സ്റ്റിൽ അത് ചെയ്യാതിരിക്കുകയാണെങ്കിലും ഇപ്പോഴും ആ ഒരു ആഗ്രഹം പണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഒരു ആഗ്രഹം അത് അതേപോലെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. നമ്മൾ തിരിച്ചും നമ്മുടെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്താണെങ്കിലും അയ്യോ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ഇത് എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ എന്നുള്ളത് നമുക്കൊരു റിഗ്രറ്റ് വരാനുണ്ടാവും. സോ ഈ റിഗ്രറ്റ് വരാതിരിക്കണമെങ്കിൽ നമ്മൾ പ്രോഗ്രസീവ് ആയാലും നമുക്ക് വിചാരിച്ചത് എന്താണ്, അപ്പൊ നമ്മൾ നല്ലൊരു ജോലിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരോട് ട്രാവൽ എല്ലാം ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, പക്ഷെ എന്താ ഇപ്പൊ ഈ ഏജ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒരുപാട് എന്റെ നിയർ ബൈ ആയിട്ടുണ്ട്. നമ്മൾ ചോദിക്കുമ്പോൾ പറയുമ്പോഴേക്കും അയ്യോ ഈ പ്രായത്തിലൊക്കെ ഞാൻ യാത്രയൊക്കെ പോയാൽ ആൾക്കാർ എന്താ പറയാ, എന്റെ മക്കൾ എന്താ പറയാ, പേരക്കുട്ടികൾ എന്താ പറയാന്നൊക്കെ ഒരു ചിന്താഗതിയിലുണ്ട്. അപ്പൊ ഞാനൊരു യാത്രക്കിടെ ഒരു പരിചയപ്പെട്ട ഒരു ഉമ്മ ഉണ്ടായിരുന്നു. ആൾക്ക് ഏകദേശം ഒരു 55-65 ആ ഒരു വയസ്സുണ്ടാവും. ആ ഉമ്മ ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട്. എത്രയും പ്രോഗ്രസീവ് ആയിട്ടുള്ള ബാംഗ്ലൂർ ആണെങ്കിലും മുംബൈ, ഡൽഹി, കാശ്മീരിൽ വരുന്ന യാത്രയിലാണ് അവരെ ഞങ്ങൾ മീറ്റ് ചെയ്തത്. സോ ആ ഉമ്മ പറഞ്ഞത് എന്താ വെച്ചാൽ ജീവിതം ഒന്നേ ഉള്ളൂ, നമുക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും യാത്ര ചെയ്യാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്നേ വേണം. അതല്ലാതെ ബാക്കിയുള്ളവർ എന്താ വിചാരിക്കുക, ഈ പ്രായത്തിലൊക്കെ ഇതിന് ഇറങ്ങാൻ പാടുണ്ടോ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് മക്കൾക്കും വീട്ടിലുള്ളവർക്കും രാവിലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവിടുത്തെ കാര്യങ്ങൾ നോക്കി വീട്ടിൽ ആ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങുകയാണെങ്കിൽ അത് ആ ഒതുക്കം അത് ലൈഫിലും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇപ്പൊ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും പുതിയ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി വിചാരിക്കുന്ന സമയത്ത് വി ഹാവ് എ ഫാമിലി, നമ്മളെ മക്കൾ ഉണ്ടാവും, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഫാമിലിന്റെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം നമ്മുടെ തലയിലുണ്ടെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുക, അയ്യോ ഈ സമയത്ത് ഇങ്ങനെ നിന്നപ്പോ പറ്റത്തില്ല, എന്റെ ജീവിതം ഞാൻ എന്തായാലും എന്റെ 20s ജീവിച്ചു. ഒരുപാട് പ്രവാസികളൊക്കെ ഉണ്ട്, ഒരുപാട് ചെറുപ്പത്തിലേ പോകുന്നവര്, ഇവരുടെ കേസൊക്കെ ആണെങ്കിലും അറിയാം ലൈക്ക് ഒരു ബാരിയർ അവർ തന്നെ അവരുടെ തലയിൽ വെക്കുകയാണ്. ഇത്രയും സമയം ഇതിനു വേണ്ടിയിട്ട് ഞാൻ ചെലവഴിച്ചില്ല, ഇനി ഒരു പുതിയ കാര്യം ചെയ്യാൻ എന്നെക്കൊണ്ട് പോസിബിൾ അല്ല. പുതിയ ഗോൾസ് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ പണ്ട് തന്നെ അച്ചീവ് ചെയ്യാതിരുന്ന ഒരുപാട് ഗോൾസുകൾ ഉണ്ടാവും നമ്മളുടെ ബ്രെയിനിൽ സ്റ്റിൽ പറ്റാത്ത, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻ കാരണത്താൽ നമ്മളുടെ പാസ്റ്റിലെ സിറ്റുവേഷൻസ് കാരണത്തിൽ നമുക്ക് പറ്റാത്തത്, അതിന് എന്നെ കൊണ്ട് ഇപ്പോൾ പറ്റില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് വുമൺ ആണെങ്കിലും മെൻ ആണെങ്കിലും ആരാണെങ്കിലും ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലും ഒരിക്കലെങ്കിലും നമ്മൾ എടുത്തു വെച്ച അല്ലെങ്കിൽ ഒരു പെട്ടിയിൽ ഇട്ടുപൂട്ടി വെച്ചെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഇട്ടുപൂട്ടി വെച്ച ഒരു ഗോളെങ്കിലും ഉണ്ടാകും. സോ ഈ ഗോളുകൾ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, നമ്മളുടെ ലിമിറ്റേഷൻസ് ബ്രേക്ക് ചെയ്യാം. ഈ ലിമിറ്റേഷൻസ് പറഞ്ഞത് ഒരിക്കലും നമ്മുടെ ഏജ് അല്ല, ഹെൽത്ത് നമ്മളുടെ ലിമിറ്റേഷന്റെ ഏരിയാസിൽ വരികയാണെങ്കിലും അത് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ ആക്കാവുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ബേസ് പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ മെഡിസിൻസും കാര്യങ്ങളും ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ഓക്കെ ആക്കാവുന്നതാണ്. അതല്ലാതെ നമ്മളുടെ അടുത്തത് എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് എന്നുള്ള കാര്യമാണ്. നമ്മളുടെ മാനസിക ആരോഗ്യം, മെന്റൽ ഹെൽത്തിൽ ഓക്കെ ആയി തന്നെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ശരിക്കും നമ്മളിപ്പോൾ എന്താണോ അതല്ല ശരിക്കുള്ള നമ്മൾ സിനിമയിലെ ഡയലോഗ് ഒക്കെ പറയുന്ന പോലെ നിങ്ങൾ കാണുന്ന ഈ ഞാനില്ല ഞാൻ, എനിക്ക് ഇതിലപ്പുറം വേറൊരു ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഭയങ്കരമായിട്ട് ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഗ്രോത്ത് ഉള്ളതുമായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവം നമ്മൾ ഓരോരുത്തരും സൃഷ്ടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ ക്യാപ്പബിലിറ്റീസും അവരവരുടെ സ്കിൽസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ട് നമ്മൾ നമ്മളുടെ ചില ഡ്രീംസ്
നമ്മൾ ലിമിറ്റ് ചെയ്ത് വെക്കുമ്പോൾ മനസ്സിലാക്കുക നമ്മളുടെ തോട്ട് പ്രോസസ്സ് കൊണ്ട് മാത്രമാണ്. നമ്മുടെ തോട്ട് പ്രോസസ്സ് എന്ന് മാറുന്നോ അന്ന് നമുക്ക് നമ്മളുടെ ലിമിറ്റേഷൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബ്രേക്ക് ചെയ്താലേ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെ എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്റെ പ്രായം ഇത്രയായില്ലേ, എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയല്ലേ, ഞാൻ ഈ ഒരു ഏരിയയിലേ പഠിച്ചത്, അങ്ങനത്തെ ഒരുപാട് എക്സ്ക്യൂസസുകൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് എന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റിൽ നമ്മൾ എന്തെങ്കിലും സ്റ്റക്കായി എടുത്തു വെച്ച് എന്തെങ്കിലും ഗോൾസ് ഉണ്ടെങ്കിൽ ഒരു കാര്യം നോക്കാതെ, പ്രായമോ ഹെൽത്തോ ഒന്നും നോക്കാതെ അധികം നിങ്ങൾ ഇറങ്ങി ചെയ്യാൻ അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ലിമിറ്റേഷൻസ് ബ്രേക്ക് ചെയ്തത് ആൻഡ് മൂവ് ഓൺ. ദാറ്റ്സ് ഓൾ. താങ്ക് യു. എല്ലാവരും പോയോ? താങ്ക് യു ഫാത്തിമ മാം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. ഓഡിബിൾ ആണ്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ മാം പറഞ്ഞത് എല്ലാ കാര്യങ്ങളും കണക്ട് ആണ്. ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ മോർണിംഗ് സർക്കിളിലുള്ള എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ ബാരിയറും തല്ലി പൊട്ടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് എനിക്ക് തോന്നുന്നത്. മാക്സിമം ഇതിലുള്ള എല്ലാവരും ആ ബാരിയറൊക്കെ തല്ലി പൊട്ടിച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഓവർകം ചെയ്ത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ആ ഒരു വൈബ് ഉള്ളത് കൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ക്ലാസ്സുകൾ കേൾക്കാനായിട്ട് വന്നിരിക്കുന്നത്. വളരെ സന്തോഷം. പിന്നെ ഇന്നലത്തെ മോർണിംഗ് സർക്കിൾ ക്ലാസ്സിലുണ്ടായിരുന്നോ? ഇല്ല, ഞാന് എനിക്ക് കുറച്ച് അതിന്റെ ഫോണിന് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഈ വീക്കിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് സെഷൻസ് ഒക്കെ. എനിക്ക് തോന്നുന്നത് ഇന്നലത്തെ ക്ലാസ്സില് സഫ്നയുടെ ക്ലാസ്സിന് ഉണ്ടായിരുന്നു. അതല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാലേ, ഇന്നലത്തെ ക്ലാസ്സിൽ ഞങ്ങൾ ചന്ദ്ര മാമിന് കുറച്ച് മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി ചേർന്നിട്ട്. അപ്പോ ഇന്നത്തെ ക്ലാസ്സിന്റെ കംപ്ലീറ്റ് മോട്ടിവേഷൻ ചന്ദ്ര മാമിനുള്ളതായിരുന്നു. ഒന്നും കൂടെ ഡെഡിക്കേറ്റ് ചെയ്യാണ്. താങ്ക് യു ഓൾ. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്കോ സജഷൻസോ എന്തെങ്കിലും? Fatima, well said. Very nice way of presenting. Very and the pleasant face ആയിരുന്നു, cheerful ആയിരുന്നു. So very impressive session ആയിരുന്നു. ഇപ്പൊ അൻസാർ സർ പറഞ്ഞ മാതിരി എനിക്ക് അത് ഫീൽ ചെയ്ത് ഇന്നലത്തെ ഒരു കണ്ടിന്യൂറ്റി ആണോ എന്നുള്ള ഒരു തോന്നൽ വന്നു എനിക്ക്. എനിവേ I don't think it is only restricted to elderly people or aged persons. It is applicable to each and everyone. നമ്മളെല്ലാരും ഇത് ആൻഡ് കുറച്ച് മാം സംസാരിക്കുമ്പോൾ ഫീൽ ചെയ്ത മാമും അത്ര കംഫർട്ടബിൾ അല്ല എന്നുള്ളൊരു തോന്നൽ മലയാളം. അപ്പൊ കോൺഫിഡൻസ് കൂടി. താങ്ക് യു. വെൽ സെഡ്. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു. പിന്നെ നമ്മൾ ഈ നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വിചാരിക്കും നമുക്ക് ഒരു പോസിറ്റീവ് തോട്ട്സ് എപ്പോഴും വേണമെന്ന്, അല്ലേ? പക്ഷെ എന്നാലും നമ്മൾ ഈ ലൈഫിൽ ചില സിറ്റുവേഷൻസിൽ, അതായത് നമ്മൾ ഓരോ ഏജിൽ നമുക്കുള്ള കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടല്ലോ, ആ ചില സമയങ്ങളിൽ നമ്മൾ ഒന്ന് സ്റ്റക്കായി പോകും, അല്ലേ? ആ സമയത്ത് നമ്മുടെ ഈ മൈൻഡ് സെറ്റോ പ്രെയറോ ഒന്നും നമ്മളെ കൊണ്ട് സാധ്യമല്ലാത്ത ഒരു സമയം പോലും ഉണ്ട്. അതായത് നമുക്കറിയായിരിക്കും നമുക്ക് പ്രെയർ ചൊല്ലണം, അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സ് പോസിറ്റീവ്സ് ആയിട്ട് വെക്കണം, അല്ലേ? ഇങ്ങനെയൊന്നും സാധിക്കാതെ ബുദ്ധിമുട്ടുന്ന ധാരാളം പേരുണ്ട്. ആ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാവരും ആ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്തിട്ടുള്ളവർ തന്നെയായിരിക്കും നമ്മുടെ ലൈഫിൽ. ഒന്നുകിൽ ചെറിയ പ്രായത്തിൽ, അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുന്ന ഓരോ സമയത്തും, അല്ലേ? നമ്മുടെ ഓരോ സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ധാരാളം കാര്യങ്ങളുണ്ട്, അല്ലേ? അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാനും നമ്മുടെ ആ ഒരു സ്റ്റക്നെസ്സിനെ നമ്മൾ എങ്ങനെയാണ് ഓവർകം ചെയ്തതെന്നും, അല്ലേ, ഒക്കെ നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ പറ്റിയ നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ മൈൻഡ് സെറ്റിന്റെ പ്രാധാന്യം, നമ്മുടെ തോട്ട് പ്രോസസ്സിന്റെ ഇമ്പോർട്ടൻസ്, അതൊക്കെ നന്നായിട്ട് മനസ്സിലായി കേട്ടോ. നല്ല ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു.
താങ്ക് യു. ഞങ്ങളെ നോക്കി പറഞ്ഞ പോലെ തോന്നി. ഞാൻ ആരെയും പ്രത്യേകിച്ച് ഉദ്ദേശിച്ചിട്ടില്ല. നന്നായി കണക്ട് ചെയ്യാൻ പറ്റി. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു. വെൽക്കം. ഏനോ ശരിക്കും ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു 5:30 ഒരു സമയത്തൊക്കെ ഒരു സെഷൻ എടുക്കാന്നുള്ളത്. അപ്പൊ ഞാനിങ്ങനെ ഞാനിപ്പോ റീസെന്റ് ആണ് ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് അറിയുന്നത്, എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ. ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു ഇത്ര പുലർച്ചൊക്കെ ആര് വന്നിട്ട് ക്ലാസ് കേൾക്കാന്നാണ്, അല്ലെങ്കിൽ ആരപ്പോ ഇത്രയും നേരത്തൊക്കെ എണീറ്റിരിക്കാന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഇപ്പൊ ഇവറ്റിലുള്ള പാർട്ടിസിപ്പേഷൻസ് നോക്കുമ്പോഴും എത്രത്തോളം ആൾക്കാരെ എനർജറ്റിക് ആയിട്ട് ഈ ഒരു സമയത്ത് ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ആൻഡ് ഇത്രയും എനർജറ്റിക് ആയിട്ട് വന്ന് ക്ലാസ് ഒക്കെ കേട്ടിരുന്നു. എല്ലാവർക്കും താങ്ക് യു ഉണ്ട്. മാം ഞങ്ങൾക്ക് മോട്ടിവേഷൻ എടുക്കാൻ വന്നിട്ട് മാം മോട്ടിവേറ്റഡ് ആയി. അതെ ഞാൻ അത് ഞങ്ങളുടെ ക്ലാസ്സിന്റെ പ്രത്യേകത. മോട്ടിവേഷൻ ഹലോ മാം, ആക്ച്വലി ഞാൻ സെക്കൻഡ് ഹാഫ് മുതലാണ് കയറിയത്. സോ എനിക്ക് എനിക്ക് ഫീൽ ചെയ്ത് ഇറ്റ് വാസ് പ്യോർ മോട്ടിവേഷൻ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ചന്ദ്ര മാമിനാണ് എനിക്ക് എൻ്റെ മൈൻഡിലോട്ട് എപ്പോഴും അതെല്ലാം മാം പറയുന്ന ഈച്ച് ആൻഡ് എവറി വേർഡ്സ് പറയുമ്പോഴും ചന്ദ്ര മാം ആൻഡ് ബോബി മാമിനാണ് കണക്ട് ചെയ്യാൻ തോന്നിയത്. നമ്മളെല്ലാവരും ആണ് എങ്കിൽ കൂടി ഇന്നലെ ജസ്റ്റ് സംസാരിച്ചതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് അൻസർ സർ പറഞ്ഞതുപോലെ അവരുടെ ഒരു ഫേസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. ഇനി എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെയാണെങ്കിൽ വൈൻഡപ്പ് ചെയ്യില്ലേ സച്ചിന മാം? വൈൻഡപ്പ് ചെയ്യാലേ? ആർക്കും അറിയാനില്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, വൺസ് അഗൈൻ നമ്മളുടെ സെഷൻ കേൾക്കാൻ വേണ്ടിയിട്ട് ഇത്രയും എനർജറ്റിക് ആയിട്ടിരുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനും എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും താങ്ക് യു പറയുന്നു. ആൻഡ് ഇന്ന് എത്രത്തോളം മോട്ടിവേഷൻ കിട്ടിയോ, ഡേ ബൈ ഡേ ഭയങ്കര എനർജറ്റീവ് ആയിട്ട് എന്ത് കാര്യങ്ങളാണെങ്കിലും നേടിയെടുക്കുക, അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു.